ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. കോതമംഗലത്ത് കൂൺ ഗ്രാമം പദ്ധതി ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുന്നതിനുമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ ആന്റണി ജോൺ MLA നിർവഹിച്ചു. കൃഷി ഓഫീസർമാരും മറ്റ് അസിസ്റ്റന്റുമാരും ആ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ആക്റ്റീവായി തന്നെയാണ് ഈ രംഗത്ത് ഇടപെടുന്നത്. അപ്പോൾ സജീവമായി അവർ ഇടപെടുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ നമ്മുടെ ഈ മേഖലയ്ക്ക് കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഉണർവ് നമുക്ക് തുടർന്നും നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് തീർച്ചയായിട്ടും ഇവിടെ 100 ചെറുകിട കൂൺ കൃഷി ഉൽപാദന യൂണിറ്റുകൾ, 2 വാണിജ്യ കൃഷി ഉൽപാദന യൂണിറ്റുകൾ, 1 കൂൺ വിത്തുൽപാദന യൂണിറ്റ്, 10 കമ്പോസ്റ്റ് യൂണിറ്റ്, 3 കൂൺ മൂല്യവർദ്ധിത യൂണിറ്റ് ഉൾപ്പെടെയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോമി തെക്കേക്കര, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയിംസ് കോറമ്പൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിയായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് സ്വാഗതവും കോതമംഗലം നഗരസഭ കൃഷിഭവൻ AFO സതി PI കൃതജ്ഞതയും രേഖപ്പെടുത്തി. പിറവൻ ലീനാസ് മഷ്റൂം ജിത്തു തോമസ് ശാസ്ത്രീയ കൂൺ കൃഷിയെ സംബന്ധിച്ച് കാർഷിക സെമിനാർ നയിച്ചു. 100 ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾ, 2 വാണിജ്യ കൂൺ ഉൽപാദന യൂണിറ്റുകൾ, 1 കൂൺ വിത്തുൽപാദന യൂണിറ്റ്, 10 മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റുകൾ, പാക്ക് ഹൌസ് എന്നിവ ഉൾപ്പെടെ 30 ലക്ഷം രൂപയാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കർഷകർക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കുന്നത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 9 കൃഷിഭവനുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റി കൃഷിഭവനിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.